അമൽ പ്ലൈവുഡ് 24 വർഷം മുമ്പ് തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഏപ്രിൽ വരുമ്പോഴത്തേക്ക് അത് 25 വർഷത്തിലേക്കാവുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് ഡിസൈൻസ്, നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഇറങ്ങുന്ന ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് ഡിസൈൻസ്, അത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ സോഴ്സ് ചെയ്യുകയും അത് നമുക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ഡിസൈൻസ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ, അതും നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് ഏറ്റവും പ്രൈസ് കുറച്ചുകൊണ്ട്, നമ്മൾ ടെക്നോളജി വരുമ്പോൾ അറിയാം നമുക്ക് പ്രൈസ് കുറയുന്നുണ്ട്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഗ്യാരൻറ്റിയോടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന 15 രാജ്യങ്ങളിൽ നിന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്, നമുക്കിപ്പോൾ വാൾ പാനലിങ്സ്, പിന്നെ അതുപോലെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലൈവുഡ്സ്, പിന്നെ റബ്വുഡ്സ്, ടീക്കിൻ്റെ തന്നെ ഉള്ള ഫിംഗർ ജോയിൻറ്റുകൾ, PVC ഫോം ബോർഡ്, 3 ലെയർ, കളർ PVC, പിന്നെ അതുപോലെ തന്നെ ഹൈ ഗ്ലോസി PVC, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ. പിന്നെ പ്ലൈവുഡിൽ തന്നെയാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ഫ്ലെക്സി പ്ലൈ എന്നുള്ള പ്ലൈവുഡ്, ബെൻഡ് ചെയ്യാവുന്ന ടൈപ്പുള്ള പ്ലൈവുഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിർച്ച് പ്ലൈ എന്നുള്ളതുണ്ട്. ബിർച്ച് പ്ലൈ എന്നുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് 100% ഗർജൻ പ്ലൈവുഡ്, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ടിമ്പറാണ് ഗർജൻ എന്ന് പറഞ്ഞ ടിമ്പർ. അപ്പോൾ ഗർജനിൽ ഉണ്ടാക്കുന്ന പ്ലൈവുഡുകൾ നമ്മൾ വിദേശത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് പ്രകാരം, അവരുടെ ബഡ്ജറ്റ് പ്രകാരം ഉള്ള എല്ലാ ടൈപ്പ് പ്രൊഡക്ട്സും, അവരുടെ വീട് ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്പ് പ്രൊഡക്ട്സും അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകത. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ MDF ബോർഡുകൾ, പാർട്ടിക്കിൾ ബോർഡ്, പിന്നെ പ്രീലാമിനേറ്റഡ് MDF, അതൊക്കെ വളരെ ട്രെൻഡി ആയിട്ട് ഇപ്പോൾ പോകുന്ന മെറ്റീരിയലുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രൈസ് വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഒരുപാട് ഷെയ്ഡ്സ്, നമുക്കൊരു 10-20ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മൾ എല്ലാ മാസവും നമ്മൾ ഒരു 3 മാസം കൂടുമ്പോഴേക്കും നമ്മൾ പുതിയ ഒരു 3-5 ഷെയ്ഡ്സ് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റെല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു ഇൻറ്റീരിയർ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കിടെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയതായിട്ടൊരു വീട് വെക്കുന്ന ആളാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓഫീസൊക്കെ പുതുതായിട്ട് പണിയാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ വീടുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഓഫീസുകളൊക്കെ നിങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇവിടുത്തെ ഷോറൂം നിങ്ങളൊന്ന് സന്ദർശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഐഡിയാസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇന്നോവേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആണെന്നുള്ളത്. നമ്മളെപ്പോഴും ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം അവർക്ക് ഭയങ്കര പൈസയുള്ള പ്രൊഡക്റ്റാണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡാണ് പ്ലൈവുഡ് മേടിക്കുക, അതിൻ്റെ പുറത്ത് നമ്മൾ മൈക്ക് ഒട്ടിക്കുക ചെയ്യുക എന്നുള്ളത്. ശരിക്കും അങ്ങനെ മൈക്കൊക്കെ ഒട്ടിച്ച് നമുക്ക് ചെയ്തു വരുമ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും നല്ല പ്ലൈവുഡിൽ മൈക്ക് ഒട്ടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബിറ്റ്വീൻ ഒരു 125 to 200, 250 വരെ ഒരു ആവറേജ് പ്രൈസിങ് വരും. ശരിക്കും പറഞ്ഞാൽ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് ടൈപ്പ് പാനൽസും പിന്നെ അതുപോലെ തന്നെ അതിൽ പ്ലൈവുഡ് ആകുമ്പോൾ നമുക്കറിയാം ചെതൽ വരാനുള്ള ചാൻസ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് 3 ലെയർ PVC നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാനൽസ് നമുക്ക് യൂസ് ചെയ്യാം. OSB, ഓറിയൻ്റൽ സ്റ്റാൻഡേർഡ് ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെതൽ വരാത്ത, നമുക്ക് ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഈട് നിൽക്കുന്നതും പുതുമയാർന്നതും, നമുക്ക് വളരെയധികം നമുക്ക് പുതുമയാർന്നതും. ഈ പുതുമ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് എപ്പോഴും നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത ഡിസൈനും ഉണ്ട്. നമ്മുടെ ലിവിംഗ് റൂമിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ഹോട്ടലോ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ ആ സാധനം മടുക്കും, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്തോരം കണ്ടാലും നമുക്ക് മടുക്കാത്ത ടൈപ്പുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസും, പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും, അതിൻ്റെയൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ലോവേഴ്സൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, ലോവേഴ്സിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാനൽസിലാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ്, ഒരു 10,000-ൽ മുകളിലുള്ള ഡിസൈൻസ് നമ്മുടെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻറ്റീരിയറൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുന്നത് മാത്രമല്ല, അത് ഏറ്റവും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഭംഗിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. നമ്മുടെ കമ്പനി അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ എയിം ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് കുറേ പ്രൊഡക്ട്സ് കൂടി നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്കുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, പ്ലൈവുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കൂടി നമ്മൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെയൊക്കെ എല്ലാ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.